ഞങ്ങളിപ്പോൾ പാമ്പൻ പാലത്തിൻ്റെ അവിടെയാണ് കേട്ടോ എത്തിയേക്കുന്നത്. അപ്പോൾ അവിടെ നിന്നുള്ള വ്യൂ ആണ് ഈ കാണുന്നത്. അപ്പം ഈ പാമ്പൻ പാലത്തിലെ കാഴ്ചയൊക്കെ കണ്ട് പതുക്കെ ഞങ്ങൾ നേരെ രാമേശ്വരത്തേക്ക് പോവാണ് കേട്ടോ. തമിഴ്നാട്ടിലെ രാമനാഥപുരം ജില്ലയിൽ പാമ്പൻ ദ്വീപിനെയും അതുപോലെ വൻകരയും ബന്ധിപ്പിക്കുന്ന പാക്കടലിന് കുറുകെയാണ് പ്രധാനപ്പെട്ട ഒരു ചരിത്ര പ്രസിദ്ധമായിട്ടുള്ള റെയിൽവേ പാലമാണ് ഈ പാമ്പൻ പാലം എന്ന് പറയുന്നത് കേട്ടോ. ഇത് ആദ്യം നിർമ്മിച്ച 1914 പഴയ പാലം നിർമ്മിച്ചേക്കുന്നത്. പക്ഷേ പുതിയ പാലം ഉദ്ഘാടനം ചെയ്തത് 2025 ഏപ്രിലാണ് കേട്ടോ. അതുപോലെ ഈ പുതിയ പാലത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കപ്പലുകൾക്ക് കടന്നു പോകാൻ പറ്റുന്ന രീതിയിൽ ഹൈറ്റിൽ ഉയർത്താൻ കഴിയുന്ന സാങ്കേതിക വിദ്യയോടെയാണ് ഈ പുതിയ പാലം നിർമ്മിച്ചിരിക്കുന്നത്. നമ്മളിവിടെ വന്നപ്പോഴത്തേക്കും താഴെ മയിലിനെയൊക്കെ കാണാൻ പറ്റിയേ. ഞാൻ ആദ്യം പറഞ്ഞല്ലോ, ഈ പാലം ആദ്യം നിർമ്മിച്ച 1914 ബ്രിട്ടീഷ് ഭരണകാലത്താണ് നിർമ്മിച്ചേക്കുന്നത്. പിന്നെ അന്നത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കടലിന് മുകളിലൂടെയുള്ള രാജ്യത്തെ ആദ്യത്തെ കടൽപ്പാലമായിരുന്നു ഇത്. പക്ഷേ ഇപ്പോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം 2.07 കിലോമീറ്ററിലധികം നീളമുള്ള അതാണ് ഈ പുതിയ പാലം. അത് ഉദ്ഘാടനം ചെയ്തിരിക്കുന്നത് 2025 പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ്. പിന്നെ ഇതിൻ്റെ ഒരു സാങ്കേതിക വിദ്യ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ വെർട്ടിക്കൽ ലിഫ്റ്റ് റെയിൽവേ കടൽപ്പാലമാണ് ഈ പാമ്പൻ പാലം. ഇത് നിർമ്മിച്ചത് റെയിൽ വികാസ് നിഗം ലിമിറ്റഡ് ആണ്. 535 കോടി രൂപയുടെ ചിലവിലാണ് ഈ പാലം നിർമ്മിച്ചിരിക്കുന്നത്. എന്തായാലും ഇത് നേരിട്ട് കാണുക എന്ന് പറയുന്നത് ഒരു നല്ലൊരു എക്സ്പീരിയൻസ് ആണ് കേട്ടോ.